നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നെടുക്കാൻ പോകുന്നത് നൊബേൽ സമ്മാനം 2023 ചെറിയ കോഡിന്റെ രൂപത്തിൽ എങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. 6 വിഷയങ്ങൾക്കാണ് നൊബേൽ സമ്മാനം നൽകുന്നത്. ഭൗതിക ശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രസതന്ത്രം, സാഹിത്യം, സമാധാനം എന്നീ 6 വിഭാഗത്തിനാണ് ഓരോ വർഷവും നൊബേൽ പ്രൈസ് നൽകുന്നത്. ആദ്യത്തേത് ഭൗതിക ശാസ്ത്രം നോക്കാം. ഭൗതിക ശാസ്ത്രം എന്നാൽ ഫിസിക്സ്. അപ്പൊ ആളുകളുടെ പേര് ജസ്റ്റ് ഓർത്തിരിക്കുക. 3 പേർക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. 1 പിയറി അഗോസ്റ്റിനി, 2 ഫെറൻക് ക്രൗസ്, 3 ആനി ഹ്യൂലിയർ. ഇപ്പൊ ഈ രണ്ടാമത്തെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. PSC ചിലപ്പം ആദ്യത്തെ പേര് തരാറില്ല, ഈ രണ്ടാമത്തെ പാർട്ടായിരിക്കും എപ്പോഴും തരുന്നത്, അല്ലെങ്കിൽ ഈ 2 പാർട്ടും കൂടി ഒരുമിച്ച് തരും. ഇപ്പോൾ ഒരു പാർട്ട് മാത്രമാണ് തരുന്നതെങ്കിൽ എപ്പോഴും രണ്ടാമത്തെ പാർട്ടായിരിക്കും തരുന്നത്, പൊതുവെ അങ്ങനെയാണ്. ഇപ്പോൾ പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആനി ഹ്യൂലിയർ എന്നിവർക്കാണ് ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം 2023 ലഭിച്ചത്. പിയറി അഗോസ്റ്റിനി ട്യുണീഷ്യ സ്വദേശിയാണ്. ഫെറൻക് ക്രൗസ് ഹംഗറിയാണ്. ആനി ഹ്യൂലിയർ ഫ്രാൻസ് ആണ്. ഇവരുടെ രാജ്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ട്യൂണീഷ്യ, ഹംഗറി, ഫ്രാൻസ്. എന്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്? അതാണ് എപ്പോഴും ചോദിക്കാറ്. പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ് പൾസസ് സൃഷ്ടിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ് പൾസസ് സൃഷ്ടിച്ചതിനാണ് ഇവർക്ക് എന്ത് ലഭിച്ചത്? 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, എങ്ങനെ ഓർക്കാം? ഗോസ്റ്റിനെ കണ്ടപ്പോൾ സെക്കൻഡിൽ ഹയ്യോ എന്ന് വിളിച്ചുകൊണ്ട് എന്തെടുത്ത് കാണിച്ചു? ക്രൗസ് കുരിശെടുത്ത് കാണിച്ചു എന്ന് ഓർത്താൽ മതി. കുരിശെടുത്ത് കാണിച്ചു എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഗോസ്റ്റിനെ കണ്ടപ്പോൾ സെക്കൻഡിൽ, വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു റിയാക്ഷൻ വരും, പെട്ടെന്ന് ഒരു പേടി വരും. അപ്പോൾ ഗോസ്റ്റിനെ കണ്ടപ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഹയ്യോ എന്ന് വിളിച്ചുകൊണ്ട് എന്ത് കാണിച്ചു? ക്രോസ്, അതായത് കുരിശെടുത്ത് കാണിച്ചു എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ അതെല്ലാം അവിടെ കണക്ട് ആവും. അഗോസ്റ്റിനി, ക്രൗസ്, ഹയ്യോ എന്നാണ് ഹ്യൂലിയർ. സെക്കൻഡിലാണ് പെട്ടെന്നാണ് ആരെ കണ്ടത്? ഗോസ്റ്റിനെ കണ്ടത്. ഓക്കെ, ഭൗതിക ശാസ്ത്രമാണെന്നും ഓർത്തിരിക്കുക. അതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ്. നമ്മൾ പ്രേതത്തിനെ ആക്ച്വലി കണ്ടിട്ടുള്ളവരെ ഉണ്ടായിരിക്കും, അത് നമ്മുടെ ചിന്തകൾക്കും അതീതമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അത് ഭൗതിക ശാസ്ത്രമാണെന്നും അവിടെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഭൗതിക ശാസ്ത്രം, അറ്റോസെക്കൻഡ്, അഗോസ്റ്റിനി, ക്രൗസ്, ഹ്യൂലിയർ. ഓക്കെ, ഇവരുടെ രാജ്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവർക്ക് ഭൗതിക ശാസ്ത്രത്തിന് 2023 നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ് പൾസസ് സൃഷ്ടിച്ചതിനാണ്. ഈ അറ്റോസെക്കൻഡ് എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും തരാം. ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠിക്കുന്നതിനായി പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് എന്നും തരാം. അതിലും ഏത് വാക്കുണ്ട്? അറ്റോസെക്കൻഡ് എന്ന വാക്കുണ്ട്. അപ്പൊ ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠിക്കുന്നതിനായി പ്രകാശത്തിന്റെ അറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായി. അല്ലെങ്കിൽ ഇങ്ങനെ തരാം, പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം എന്നും തരാം. പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം എന്ന് തരാം. ഇവർ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി അറ്റോസെക്കൻഡ് തലത്തിലുള്ള പ്രകാശ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പോൾ മെയിനായിട്ട് അറ്റോസെക്കൻഡ് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് രസതന്ത്രമാണ്. രസതന്ത്ര നൊബേൽ സമ്മാനം 2023 3 പേർക്കാണ് ലഭിച്ചത്. മൗങ്കി ബാവണ്ടി, ലൂയിസ് ബ്രൂസ്, അലക്സി എക്കിമോവ്. മൗങ്കി ബാവണ്ടി ഫ്രാൻസ് ആണ്, ഫ്രഞ്ച് ബോൺ അമേരിക്കൻ ആണ്, ഫ്രാൻസ് എന്ന് ഓർത്താൽ മതി. ലൂയിസ് ബ്രൂസ് USA ആണ്. അലക്സി എക്കിമോവ് റഷ്യയാണ്. ഇവർക്ക് എന്തിനാണ് പുരസ്കാരം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? പുരസ്കാരം ലഭിച്ചത്. അപ്പൊ എങ്ങനെ ഓർക്കാം? മൂവ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ബ്രൂസ് ഒരു രസത്തിന് വണ്ടി പിടിച്ചു എന്ന് ഓർത്താൽ മതി. മൂവ്
എക്കിമൂവ്, അവിടെ ആ മൂവ് ഉണ്ടല്ലോ, മൂവ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ബ്രൂസ് എന്ത് ചെയ്തു, ഒരു രസത്തിന് വണ്ടി പിടിച്ചു എന്ന് ഓർത്താൽ മതി. അപ്പൊ എല്ലാം അവിടെ കിട്ടുമല്ലോ. മൂവ് എക്കിമൂവ്, ബ്രൂസ് ലൂയിസ് ബ്രൂസ്, രസതന്ത്രമാണെന്ന് കിട്ടും. മൗങ്കി ബാവണ്ടി, വണ്ടി പിടിച്ചു. ഓക്കെ, അതാരെങ്കിലും കണ്ടോ എന്ന് ഓർത്തു കഴിഞ്ഞാൽ കോണ്ടം ഡോട്ടുകൾ എന്നും അവിടെ കിട്ടില്ല. കണ്ടോ, കോണ്ടം എന്നും അവിടെ കണക്ട് ചെയ്യാം. അപ്പൊ മൂവ് ചെയ്യാൻ ബ്രൂസിന് വയ്യാത്തത് കൊണ്ട് ഒരു രസത്തിന് വണ്ടി പിടിച്ചു, അതാരെങ്കിലും കണ്ടോ എന്ന് ഓർത്താൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കണ്ടോ, അത് കോണ്ടത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക. കോണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. മൂവ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ബ്രൂസ് ഒരു രസത്തിന് എന്ത് ചെയ്തു, വണ്ടി പിടിച്ചു എന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് വൈദ്യശാസ്ത്രം മെഡിസിൻ 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം 2 പേർക്കാണ് ലഭിച്ചത്. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ ഹംഗറിയാണ് സ്വദേശം. ഡ്രൂ വെയ്സ്മാൻ അമേരിക്ക, കാറ്റലിൻ കാരിക്കോ ഹംഗറി. ഇവർക്ക് എന്തിനാണ് പുരസ്കാരം ലഭിച്ചത്? COVID-19-നെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ COVID-19-നെതിരെ ഫലപ്രദമായ mRNA വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള അവരുടെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ COVID-19 നടക്കുന്ന സമയമാണെന്ന് ഓർക്കുക. ആ ഒരു സാഹചര്യം 2019, 2020 ഒന്ന് ഓർക്കുക. അപ്പോൾ കോവിഡ് ഉണ്ടോ എന്ന് ഒരാൾക്ക് സംശയം. അപ്പോൾ അയാളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് കോവിഡ് ഉണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അയാൾ പറയാണ്, മിസ്റ്റർ കേറിക്കോ മാൻ എന്ന് ഓർത്താൽ മതി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, കോവിഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കോവിഡ് ഉണ്ടോ എന്ന് ഒരാൾ അയാളുടെ ഫ്രണ്ടിനോട് പറയുമ്പോൾ അയാൾ പറയുകയാണ്, മിസ്റ്റർ മിസ്റ്റർ കേറിക്കോ മാൻ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അത് ചെക്ക് ചെയ്യാം. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വൈദ്യശാസ്ത്രം എന്ന് കിട്ടുമല്ലോ. അപ്പോൾ കോവിഡ് ആണെന്ന് കിട്ടി. അപ്പോൾ കോവിഡ് ആണെന്ന് ഡൗട്ട് അടിച്ചപ്പോൾ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞത്, മിസ്റ്റർ എന്നുള്ളത് mRNA ആണെന്ന് കണക്ട് ചെയ്യുക. മിസ്റ്റർ ഫോർ mRNA ആണെന്ന് കണക്ട് ചെയ്യുക. കാരിക്കോ, മാൻ, ഡ്രൂ വെയ്സ്മാൻ, വേറെ ആരുടെയും പേരിൽ മാൻ എന്ന വാക്കില്ല 2023. ഓക്കെ, അപ്പോൾ മാൻ വെയ്സ്മാൻ ആണെന്ന് കണക്ട് ചെയ്യുക. കേറിക്കോ, നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്യാൻ പോവാം, കോവിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം മിസ്റ്റർ. ഓക്കെ, വൈദ്യശാസ്ത്രമാണെന്നും അവിടെ കിട്ടും. അടുത്തത് സാഹിത്യം ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. നോർവേക്കാരനായ ജോൺ ഫോസിനാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മാനത്തിന് ഇദ്ദേഹത്തിനെ അർഹനാക്കിയത് പറയാൻ കഴിയാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യത്തിനുമാണ് പുരസ്കാരം ലഭിച്ചത്. പറയാൻ കഴിയാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ഏത്? റെഡ് ബ്ലാക്ക് എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ നോവൽ. ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ഏതൊക്കെ? ദി നെയിം, ഡ്രീം ഓഫ് ഓട്ടം, സെപ്റ്റോളജി, എലിസ് അറ്റ് ദ ഫയർ. പ്രധാന രചനകളും കൂടി ഒന്ന് ഓർത്തിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ജോൺ ഫോസിന്റെ രാജ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നോർവേ. അപ്പോൾ നോർവേ ഫോസിനാണ് ഇപ്രാവശ്യം കിട്ടിയത് എന്ന് ഓർത്താൽ മതി. നോർവേ ഫോസിനാണ് ഇപ്രാവശ്യം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത്. അപ്പം നോർവേക്കാരൻ ഫോസിനാണെന്ന് അവിടെ ഓർക്കാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ റെഡ് ബ്ലാക്ക് എന്നതാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ദ നെയിം, ഡ്രീംസ് ഓഫ് ഓട്ടം, സെപ്റ്റോളജി, എലിസ് അറ്റ് ദ ഫയർ എന്നിവയാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ സമ്മാന പ്രചോദനം എന്തായിരുന്നു? എന്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്? പറയാൻ കഴിയാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം 2023 ഒരു ലേഡിക്കാണ് ലഭിച്ചത്. അമേരിക്കക്കാരിയായ ക്ലോഡിയ ഗോൾഡിൻ. ഇപ്പൊ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഗോൾഡ് വാങ്ങാന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇപ്പൊ ഗോൾഡിനൊക്കെ നല്ല വിലയാണ്. അപ്പൊ സാമ്പത്തികം, പൈസ ഉണ്ടെങ്കിൽ എന്ത് വാങ്ങാം? ഗോൾഡ് വാങ്ങാം. ക്ലോഡിയ ഗോൾഡിൻ. ഗോൾഡ് ധരിക്കാൻ ഇഷ്ടമുള്ളത് സ്ത്രീകൾക്കാണല്ലോ. അപ്പൊ
ക്ലോഡിയ ഗോൾഡിൻ ഒരു സ്ത്രീയാണെന്നും അവിടെ കണക്ട് ചെയ്യാം. ഇവർക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ആര്? ക്ലോഡിയ ഗോൾഡിൻ. അപ്പോൾ മറ്റ് 2 വനിതകൾ ആരൊക്കെയാ? ആദ്യമായിട്ട് കിട്ടിയത് എലിനോർ ഓസ്ട്രം. രണ്ടാമത് കിട്ടിയത് 2019 എസ്തർ ദുഫ്ലോ. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിത ആരാന്ന് ചോദിച്ചാൽ ക്ലോഡിയ ഗോൾഡിൻ ആണ്. അമേരിക്കൻ സ്വദേശി. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ആദ്യത്തെ വനിത എലിനോർ ഓസ്ട്രം, രണ്ടാമത്തെ വനിത എസ്തർ ദുഫ്ലോ. അപ്പൊ എന്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്? സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾക്കും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം ലഭിച്ചത്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾക്കും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ആർക്ക് പുരസ്കാരം ലഭിച്ചത്? ഗോൾഡിന് പുരസ്കാരം ലഭിച്ചത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2023 ലഭിച്ചത് ഒരു ലേഡിക്കാണ്, നർഗസ് മുഹമ്മദി. ഇറാൻ മാധ്യമ പ്രവർത്തകയായ നർഗസ് മുഹമ്മദിക്കാണ് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇറാൻ മാധ്യമ പ്രവർത്തകയാണെന്ന് ഓർക്കുക. ഇവർക്ക് 2023 UN പ്രസ് ഫ്രീഡം പ്രൈസും ലഭിച്ചിട്ടുണ്ട്. 2023 UN പ്രസ് ഫ്രീഡം പ്രൈസും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നർഗസ് മുഹമ്മദിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് പരിഗണിച്ചാണ് പുരസ്കാരം കൊടുത്തത്? ഇറാനിലെ സ്ത്രീ പീഡനത്തിനെതിരായ പോരാട്ടത്തിനും എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പോരാട്ടത്തിനുമാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇറാനിലെ സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമർത്തലിനെതിരെ അല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിനെതിരായ പോരാട്ടത്തിനും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും പരിഗണിച്ചാണ് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നർഗസ് മുഹമ്മദിക്ക് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2023 നൊബേൽ സമ്മാനം. കോഡിന്റെ രൂപത്തിൽ എളുപ്പം പഠിച്ചു മനസ്സിലാക്കാം. ഇവരുടെ രാജ്യങ്ങളും കൂടി ഓർത്തിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.